കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ നാദിർ ഷാ. നാം സംസാരിക്കുന്ന ചില വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില വാക്കുകൾ പറയാമോ? എന്നാൽ ഞാൻ പറയട്ടെ. മലയാളത്തിൽ ഒരു വാക്കിന് നാനാവിധ അർത്ഥങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം വരുന്നതിന് നാനാർത്ഥമെന്ന് നാം പറയുന്നു. നാനാർത്ഥത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, കരം എന്ന വാക്കിന് കൈയെന്നും നികുതി എന്നും അർത്ഥമുണ്ട്. അതേപോലെ കുറേ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അന്നം എന്ന് പറഞ്ഞാൽ ഹംസമെന്നും ചോറെന്നും അർത്ഥം വരും. അമ്പരം, ഇത് ആകാശമെന്നും വസ്ത്രമെന്നും നാം പറയാറുണ്ട്. അറ്റം, ശിരസ് എന്നൊക്കെ തല എന്ന വാക്കിനാണ് പറയുന്നത്. വർണ്ണം എന്ന വാക്കിന് ജാതി, അക്ഷരം, നിറം എന്നൊക്കെ നാനാർത്ഥങ്ങളുണ്ട്. വല്ലഭന് പുല്ലും ആയുധം എന്ന് കേട്ടിട്ടില്ലേ? ഇതിൽ വല്ലഭൻ എന്ന് പറയുന്ന വാക്കിന് ഭർത്താവെന്നും അർത്ഥമുണ്ട്, സമർത്ഥനെന്നും അർത്ഥമുണ്ട്. പക്ഷം എന്ന് നാം സാധാരണ പറയാറില്ലേ? ഇതിനെ ചിറക് എന്ന അർത്ഥം നമുക്ക് പറയാം. കൂട്ടം, ഇഷ്ടം, നിന്റെ പക്ഷം, എൻ്റെ പക്ഷം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ പക്ഷം എന്ന വാക്കിന് ഇഷ്ടം എന്നും അർത്ഥമുണ്ട്. 15 ദിവസത്തെ വെളുത്ത പക്ഷം, കറുത്ത പക്ഷം എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ടായിരുന്നു. കരി എന്നാൽ ആന, കൺമഷി, കലപ്പ എന്നൊക്കെ അർത്ഥം വരുന്നു. ഇങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങൾ നാനാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ആധാരം എന്ന വാക്കിൻ്റെ ആംഗലേയ തർജ്ജിമ എന്താണ്? ഞാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആധാരം എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പരിഗണിക്കാം. ആധാരം എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. കോണ്ടക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിച്ചാൽ, നീ എന്ത് ആധാരത്തിലാണ് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയത് എന്ന് നാം പറയാറുണ്ട്. ഇവിടെ ആധാരത്തിന് തെളിവ് എന്നാണ് പറയുന്നത്. നിലം, പുരയിടം മുതലായ ക്രയവിക്രയം സംബന്ധിച്ചുള്ള രേഖകളെ ആധാരം അല്ലെങ്കിൽ പ്രമാണം എന്നൊക്കെ നാം പറയാറുണ്ട്. അവനാണ് എനിക്ക് ഏക ആധാരം എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതിൽ ആധാരം എന്ന വാക്കിന് ആശ്രയം എന്നാണ് അർത്ഥം. അതുപോലെ ജലാശയം, കുളം എന്നൊരർത്ഥം കൂടെ ആധാരത്തിന് കേട്ടിട്ടുണ്ട്. ഈ നാനാർത്ഥങ്ങൾ അത്രയും പരിഗണിക്കുമ്പോൾ സന്ദർഭം അനുസരിച്ച് ആധാരം എന്ന പദത്തിന് ആംഗലേയ ഭാഷയിൽ നിരവധി അർത്ഥങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.